അപ്പൊ ഇനി നമുക്ക് പച്ചക്കാന്താരി അൽഫാം ഉണ്ടാക്കിയാലോ? അപ്പൊ നമ്മുടെ ഉള്ളത് പെപ്പയുടെ പച്ചക്കാന്താരി മിക്സ് ആണ്. അത് വെച്ചിട്ട് നമുക്കിനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. തനി പച്ചമുളകിന്റെ ടേസ്റ്റ് ആണ്. ഭയങ്കര എളുപ്പമാണ്. പച്ചക്കാന്താരി അൽഫാം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് വളരെ എളുപ്പമാണ്. ഈ പൊടി ഈ ചിക്കനായിട്ട് മിക്സ് ചെയ്തിടുക, നല്ലോണം പുരട്ടുക, കൂടെ തൈരും കൂടി ചേർക്കുക. ഇത്ര എളുപ്പം വേറെ പരിപാടിയൊന്നുമില്ല. നല്ല നാവിന് പച്ചക്കാന്താരിയുടെ ചുവ കിട്ടും. അപ്പൊ ഇത് പൊടിയിട്ട് മസാലയ്ക്ക് നല്ല സ്മെല്ലുണ്ട്. നല്ല സ്മെല്ലുണ്ട്. വീട്ടിലത്തേക്ക് യൂസ് ചെയ്യാനത് വളരെ എളുപ്പമാണ്. നമ്മുടെ പെപ്പയുടെ ഗ്രീൻ ചില്ലി മിക്സ്, വേറെ ഒന്നും ആഡ് ചെയ്യണ്ട ഇതിലേക്ക്. വേറെ മുളക് ഒന്നും ചേർക്കണ്ട. വെറുതെ പച്ചക്കാന്താരി മാത്രം ഇട്ട് നല്ലോണം ചാലിച്ച് എടുത്താൽ മതി. മാരിനേറ്റ് ചെയ്ത ശേഷം മിനിമം 1 മണിക്കൂർ, എത്ര മണിക്കൂർ ഇരുന്നോ അത്രയും ടേസ്റ്റ് ആവും. അപ്പൊ ഇതിന് നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കാം. നല്ലോണം തേച്ച് വെക്കുക. അപ്പൊ അതേ 3 മണിക്കൂറായിട്ട് നമ്മുടെ ഗ്രീൻ ചില്ലി റെഡിയാണ്. ഗ്രീൻ ചില്ലി എന്ന് പറഞ്ഞാൽ നല്ല കാന്താരി പച്ചമുളകിന്റെ ടേസ്റ്റ് അല്ലേ? അതെ, ആ ഫ്ലേവർ. അപ്പൊ എത്ര നേരമായി? 3. ഇപ്പൊ നല്ലോണം അത് പെരട്ടി രുചിയൊക്കെ നല്ലോണം പെട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഒന്ന് പുകച്ചെടുത്താൽ മതി അല്ലേ? അതെ അതെ. അപ്പൊ ഇതൊന്ന് ഇടും. ഇതിന്റെ ടോങ്സ് വെച്ചാണ് സാധാരണ ഇടേണ്ടത്. തൽക്കാലത്തേക്ക് കൈ വെച്ചു ഇട്ടോ. നല്ല പച്ച കളറിലുണ്ടോ? നല്ല പച്ചക്കാന്താരി അരിച്ച് വെച്ചേക്കണ പോലത്തത്. പക്ഷെ എന്നാ എന്ത് എളുപ്പമായിരുന്നു. ഇത് വെറുതെ ഈ പൊടിയും കട്ടത്തൈരും മാത്രമേ ഇട്ടുള്ളൂ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാ, പച്ചവെള്ളം അരച്ചാ, മിക്സിയാ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അല്ലേ? ഇത്ര എളുപ്പമുള്ള പരിപാടി ഉണ്ടോ? അതുപോലെ തന്നെ ഇതിൻ്റെ അത് ശ്രദ്ധിക്കണേ, നെയ്യൊക്കെ ഉരുക്കി ഏത് കൊളസ്ട്രോള് ഉള്ള ആൾക്ക് പോലും കഴിക്കുന്ന രീതിയിലാവും. അപ്പോൾ നമുക്കിത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ഇതൊരു അരമണിക്കൂർ തുടങ്ങി 45 മിനിറ്റ് ഇത് എടുക്കും. ഓക്കെ, ഏറ്റവും പതുക്കെ ആവുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ, അപ്പൊ അരമണിക്കൂറായി നമ്മുടെ ഗ്രില്ലായിട്ടുണ്ടല്ലേ? അരമണിക്കൂറല്ലേ, 3/4 മണിക്കൂറായി. 3/4 മണിക്കൂറായി. നല്ല ഉഷാറായിട്ടുണ്ട്. വേണ്ട, ഇടയിലെ നല്ല പച്ച കളറുള്ള മണം തന്നെ ഒരു പച്ചമുളകിന്റെ മണമുണ്ട്. അപ്പൊ ഇത് എടുക്ക്, എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ട്. ഓക്കെ, വേണ്ട നല്ല ടെക്സ്ചർ വന്നിട്ടുണ്ട്. പിന്നെ കണ്ടാൽ തന്നെ അറിയാം. വേണ്ട നല്ല ഞാൻ പറഞ്ഞ പളവളാന്ന് പറഞ്ഞ ആ റഫ്നെസ് ഒക്കെ മാറി നല്ല ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. നല്ല ചൂടാണ്. നല്ലോണം ഊതിക്കോ, നല്ല എരിവായിരിക്കും. എങ്ങനെയുണ്ട് രചന? നല്ല പച്ചമുളകിന്റെ എരിവ്. നല്ല പച്ചമുളകിന്റെ എരിവുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ വലിയ ഹോട്ടലുകളിലൊന്നും പോകണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ തന്നെ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. വെറും പൊടിയും തൈര് മാത്രം മിക്സ് ചെയ്യുക. ബാർബിക്യൂ മിക്സിന്റെ പൊടിയും തൈരും മാത്രം നിങ്ങൾ ബാർബിക്യൂ എൻജോയ് ചെയ്യുക.